ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് സ്കീംസ് ആയിട്ടുള്ള മെറിറ്റ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റവും അതേപോലെ ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനുമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറച്ച് പ്ലാൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള രണ്ട് പ്ലാനാണ് ജസ്റ്റ് മെറിറ്റ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റവും ദെൻ ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാനും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് MDV മെറിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ ഇത് എന്താണ്, നമ്മുടെ ടൈലേഴ്സ് പീസ് റേറ്റ് സിസ്റ്റം, അതായത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടൈലേഴ്സിൽ നമ്മൾ രണ്ട് പീസ് റേറ്റുകളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഹൈ ലെവലും രണ്ടാമത്തേത് ലോവർ ലെവലും. പക്ഷേ ഇവിടെ 3 പീസ് റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 3 പീസ് റേറ്റുകളും വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയുടെ ബേസിലാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് എഫിഷ്യൻസി അപ് ടു 83% ഓഫ് എഫിഷ്യൻസി, അതായത് എഫിഷ്യൻസി 83% വരെ ആണെങ്കിൽ, വർക്കറിൻ്റെ എഫിഷ്യൻസി 83% വരെ ആണെങ്കിൽ അവർക്ക് ഓർഡിനറി പീസ് റേറ്റിലായിരിക്കും വേജ് കൊടുക്കുക, അതായത് സാധാ പീസ് റേറ്റിലായിരിക്കും വേജ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കേസ് 83 to 100%, അതായത് 83% കൂടുതലും അതേപോലെ 100% കുറവുമാണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൊടുക്കുക, 110% ഓഫ് എന്താണ് ഓർഡിനറി പീസ് റേറ്റ്, 110% ഓഫ് ദി ഓർഡിനറി പീസ് റേറ്റ്. ഓർഡിനറി പീസ് റേറ്റിൻ്റെ 110% ആയിരിക്കും അങ്ങനെ എഫിഷ്യൻസി ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നത്, വേജ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ 100 കൂടുതലാണ് അവരുടെ എഫിഷ്യൻസി എങ്കിൽ, എബവ് 100% ആണെങ്കിൽ അവരുടെ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% ആയിരിക്കും അവർക്ക് വേജ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. എത്രയാണോ നമുക്ക് ആക്ച്വലി നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എത്രയാണ് വേണ്ടത് ഇൻറ്റു 100 ചെയ്താൽ എഫിഷ്യൻസി കിട്ടും. ദെൻ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ടൈമിൻ്റെ ബേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം, ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈമാണ് സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ബേസിലാണ് വരുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ്, വർക്കേഴ്സിന് നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തേത് ആവറേജ് വർക്കറാണ്, രണ്ടാമത്തേത് എഫിഷ്യൻ്റ് വർക്കറാണ്, മൂന്നാമത്തേത് മോസ്റ്റ് എഫിഷ്യൻ്റ് വർക്കറാണ്. ഇങ്ങനെ 3 ആളുകളുണ്ട്, 3 വർക്കേഴ്സാണ് ഈ ഒരു സിസ്റ്റത്തിനുള്ളത്. പിന്നെ ദിസ് സിസ്റ്റം ഡസ് നോട്ട് പീനലൈസ് ദ വർക്കേഴ്സ്, അതായത് നമ്മുടെ ടൈലർ സിസ്റ്റത്തിലൊക്കെ എന്താണ്, വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസിയുടെ ബേസ് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കറിനൊക്കെ പീനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, വർക്കേഴ്സിനെ പീനലൈസ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ എന്താണ് നോക്കുന്നത്, എഫിഷ്യൻസിയുടെ ബേസിലാണ് വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നത്, വേജ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം നോക്കാം, ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലർ കാൽക്കുലേറ്റ് ദ വേജ് ഓഫ് 3 വർക്കർ A, B ആൻഡ് C അണ്ടർ ദ മെറിറ്റ് പ്ലാൻ. അതായത് 3 വർക്കേഴ്സാണ് ഇവിടെ ഉള്ളത്, A, B, C. അവരുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മെറിറ്റ്സിൻ്റെ പ്ലാനിൽ പ്രകാരം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ബേസിക് പീസ് റേറ്റ് ഈസ് 2 per unit. ബേസിക് പീസ് റേറ്റ് മീൻസ് ഓർഡിനറി പീസ് റേറ്റ് ആണ് തന്നത്, 2 per units. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 24 യൂണിറ്റ് പെർ ഡേ. ഒരു ഡേയിൽ എന്താണ്, പെർ ഡേ 24 യൂണിറ്റ് ആണ്, അങ്ങനെ 8 hours ആണ് തന്നത്. ദെൻ ഔട്ട്പുട്ട്, അതായത് ആക്ച്വലി അവരുടെ ഔട്ട്പുട്ട് എത്രയാണ്, A പ്രൊഡ്യൂസ് ചെയ്തത് 60 യൂണിറ്റും B പ്രൊഡ്യൂസ് ചെയ്തത് 21 യൂണിറ്റ്സ് ആണ്, ആൻഡ് C പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 25 യൂണിറ്റ്സ് ആണ്.
അപ്പോൾ ഇതിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ വേജ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, എൻ്റെയും ബിൻ്റെയും സിയുടെയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഒന്ന് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് അല്ലേ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉള്ളത് എത്രയാണ്? 24 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ടത് ഓരോരുത്തരുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എഫിഷ്യൻസീൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്കേഴ്സിന് വേജ് കൊടുക്കുന്നത്. അപ്പോൾ അത് 83% മുകളിലാണോ, അതേപോലെ 83 ഇൻ ബിറ്റ്വീൻ 100 ആണോ, 100% മുകളിലാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മൾ ഓരോരുത്തരുടെയും എഫിഷ്യൻസിയാണ് കാണാൻ പോകുന്നത്. അപ്പം എഫിഷ്യൻസിയാണ് കാണുന്നത്. അതിൽ ആദ്യം ഞാൻ കണ്ടുപിടിക്കുന്നത് എയുടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, എ നമ്മൾ ഇവിടെ ഔട്ട്പുട്ടാണ് തന്നതുകൊണ്ട് നമുക്ക് ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഏതാണ്? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 24 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 67% എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി എന്താണ്? ബിലോ 83 ആണ് അല്ലേ? അപ്പോൾ 83നേക്കാളും കുറവാണെന്ത്? അത് താഴെ മനസ്സിലാക്കാൻ വേണ്ടി ഇതാണ് ബിലോ 83% ആണ്. അതായത് നമുക്ക് എഫിഷ്യൻസി ബിലോ 83% ആണ്. നമുക്ക് 67% അല്ലേ കിട്ടിയുള്ളൂ. 83% വരെ വേണം. അപ്പം ബിലോ ആണ്. ഇനി അതേപോലെ നമ്മൾ ബിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഓക്കെ, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബി യൂണിറ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 21 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 24 ആണ് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? ബിൻ്റെ എഫിഷ്യൻസി നമുക്ക് 87.5% ആണ് കിട്ടിയത്. അതായത് 83നേക്കാളും കൂടുതലുമാണ്, പക്ഷേ 100നേക്കാളും കുറവുമാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ 83% ടു 100ലാണ് നമുക്കത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സിയുടെ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സി യൂണിറ്റ് ചെയ്തത് എത്രയാണ്? 25 യൂണിറ്റ്സ് ആണ്. 25 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 100 എത്ര കിട്ടി? 104%. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ 3 ലെവൽ ഓഫ് എഫിഷ്യൻസിയും കണ്ടുപിടിച്ചു. എയുടെ എഫിഷ്യൻസി 67% ആണ്, ബിയുടെ എഫിഷ്യൻസി 87.5% ആണ്, സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 104% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മൾ വേജ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഓരോരുത്തരുടെയും വേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ഓരോരുത്തരുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് എഴുതി വെക്കാം. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 67% ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇയാൾക്ക് കൊടുക്കുന്ന പീസ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓർഡിനറി പീസ് റേറ്റിലായിരിക്കും എക്ക് എന്ത് ചെയ്യുക? വേജ് കൊടുക്കുക. ദെൻ ബിയുടെ എഫിഷ്യൻസി എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 87.5% ആണ്. അതായത് 83%-ൻ്റെയും 100%-ൻ്റെയും ഇടയിലാണ് ബിയുടെ എഫിഷ്യൻസി ഉള്ളത്. അപ്പം നമ്മൾ ടൈം വേജ് എന്താണ് കൊടുക്കുന്നത്? ഓർഡിനറി പീസ് റേറ്റിൻ്റെ 110% എന്ത് ചെയ്യുന്നത്? ഇവർക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ സിയുടെ എഫിഷ്യൻസി എത്രയാണ് കിട്ടിയത്? 104% ആണ് കിട്ടിയത്. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? സിക്ക് എന്താണ് കൊടുക്കുക? 120%. ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% കൊടുക്കുക. അപ്പം നമ്മളിനി ഓരോരുത്തരുടെ വേജ് കണ്ടുപിടിക്കുകയാണ്. ആദ്യം വേജാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം എയുടെ വേജാണ് കണ്ടുപിടിക്കുക. അപ്പം
എയുടെ വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അയാൾ എന്താണ് 67% ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾക്ക് പീസ് റേറ്റ് മാത്രം കൊടുത്താൽ മതി, അതായത് ഓർഡിനറി പീസ് റേറ്റ് കൊടുത്താൽ മതി. അപ്പം എ പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണ്? 60 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ 60 യൂണിറ്റ് ഇൻറ്റു എത്രയാണ് നമ്മുടെ പീസ് റേറ്റ് ഉള്ളത്? 2 per യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 2 രൂപ വെച്ചിട്ടാണ് ഉണ്ടാവുക. എഫിഷ്യൻസി അയാൾക്ക് 83%-നേക്കാളും കുറവായതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 2 യൂണിറ്റ് അതായത് പീസ് റേറ്റിൽ കൊടുത്താൽ മതി. അപ്പോൾ പീസ് റേറ്റ് എത്ര? അയാളുടെ വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 32 ആയിരിക്കും. ഓക്കെ, ദെൻ ബിയുടേതാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ബിയുടെ വേജ് കണ്ടുപിടിക്കാൻ, ബിയുടെ വേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അയാളുടെ എഫിഷ്യൻസി ആദ്യം എന്താണെന്ന് നോക്കണം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 87.5% ആണ് അല്ലേ? 87.5% ആണ്. അപ്പം ഇത് 83%-ൻ്റെയും 100%-ൻ്റെയും ഇടയിലാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്താണിതാ ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പം 110% ഓഫ് ദ ഓർഡിനറി പീസ് റേറ്റ് ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അയാളുടെ പീസ് റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പീസ് റേറ്റ് കണ്ടുപിടിക്കാൻ അയാൾക്ക് ഏത് റേറ്റിലാണ് കൊടുക്കേണ്ടതെന്നല്ലേ? ആ പീസ് റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പീസ് റേറ്റ് ആദ്യം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പീസ് റേറ്റ് എത്രയാണ് നമുക്കുള്ളത്? 2 ആണ്. നമുക്ക് തന്നിട്ടുള്ള ഓർഡിനറി പീസ് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ബിയുടെ പീസ് റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ആണല്ലോ നമുക്ക് ഓർഡിനറി പീസ് റേറ്റ് തന്നത്, അതിൻ്റെ 110%. ഓക്കെ, 110 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര കിട്ടും? 2.2 കിട്ടും. ഓക്കെ, 2.2. ഈ ഒരു റേറ്റിലായിരിക്കും ആർക്ക്? ബിക്ക് എന്ത് ചെയ്യുക? വേജ് കൊടുക്കുക. അപ്പോൾ ബി എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്? അപ്പോൾ ബിയുടെ വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബിൻ്റെ വേജ് അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് എത്ര? 21 ഇൻറ്റു റേറ്റ് എത്രയായിരിക്കും? 2.2 ഈക്വൽ ടു റുപ്പീസ് എത്ര വരും? 46.2 എന്നായിരിക്കും. അപ്പം ബിക്ക് കിട്ടിയ വേജ് എത്രയാണ്? 46.2. എക്ക് കിട്ടിയ വേജ് 32, ബിക്ക് കിട്ടിയ വേജ് 46.2. ഇനി നെക്സ്റ്റ് നമ്മൾ സിയുടെ വേജാണ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ സിയുടെ വേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ സീൻ്റെ പീസ് റേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സീൻ്റെ പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2. അയാളുടെ എഫിഷ്യൻസി സിയുടെ എഫിഷ്യൻസി വന്നിട്ടുള്ളത് 104% ആണ് അല്ലേ? സീൻ്റെ എഫിഷ്യൻസി വന്നിട്ടുള്ളത്. അപ്പോൾ 104% എന്ന് പറഞ്ഞാൽ എബവ് 100 ആണ്. അപ്പോൾ 100ൽ വരികയാണെങ്കിൽ, അതായത് 100-നേക്കാളും കൂടുതൽ എഫിഷ്യൻസി വരികയാണെങ്കിൽ ഓർഡിനറി പീസ് റേറ്റിൻ്റെ ഏതിലാണ് എടുക്കേണ്ടത്? 120% ആണ് എടുക്കേണ്ടത്. ഓക്കെ, 120%. നമ്മൾ കഴിഞ്ഞ എബവ് 100 ആണെങ്കിൽ 120% ഓഫ് ദ ഓർഡിനറി പീസ് റേറ്റ്. ഓക്കെ, അപ്പം നമ്മൾ 120% എടുക്കുക. പീസ് റേറ്റ് എത്രയാണ് തന്നത്? 2 ആണ്. അതിൻ്റെ 120% എത്ര വരും? റുപ്പീസ് 2.4 ആണ് വരിക. ഓക്കെ, 2.4. ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം? നമുക്ക് സിയുടെ വേജ് കണ്ടുപിടിക്കാം. സിയുടെ വേജ് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 25 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പീസ് റേറ്റ് എത്രയാണ്? 2.4 ആണ്. ഇപ്പം ഈക്വൽ ടു എത്ര വന്നു? റുപ്പീസ് 60. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറിക്സിൻ്റെ പ്ലാനിൽ എന്ത് ചെയ്യുന്നത്? വേജ് കണ്ടുപിടിക്കുന്നത്. ആദ്യം നമ്മൾ ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മൾ ഏത് പീസ് റേറ്റ് ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ബേസിൽ നമ്മൾ പീസ് റേറ്റ് കണ്ടുപിടിക്കുക, ദെൻ വേജും കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെറിക്സിൻ്റെ പ്ലാനിൽ എന്ത് ചെയ്യുന്നത്? വർക്കേഴ്സിൻ്റെ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനാണ് ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസെൻറ്റീവ് പ്ലാനാണ് ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് HL ഗാണ്ടാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ടൈം വേജ് സിസ്റ്റത്തിൻ്റെയും പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെയും ബോണസിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ദിസ് പ്ലാൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ്, പീസ് റേറ്റ് ആൻഡ്
ബോണസ്. എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈസ് ഫിക്സഡ്. വർക്കേഴ്സ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുമ്പം വർക്കേഴ്സ് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഉള്ളിടത്ത് അത്രയെങ്കിലും എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ്. വർക്കേഴ്സ് ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഇഫ് ദ വർക്കേഴ്സ് ഫെയിൽസ് ടു അറ്റൈൻ ഇനിയാണ് നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് വേജ് കൊടുക്കുന്നതെന്ന് പറയാൻ പോകുന്നത്. ഇപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫിക്സഡ് ആയിരിക്കും. അതായത് 10 നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്കിൽ 10 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എങ്കിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കർ 8 യൂണിറ്റോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്താണ്, ടൈം വേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വേജ് കൊടുക്കുന്നത്. അതായത് അയാൾ എത്ര ടൈം വർക്ക് ചെയ്തു എന്നുള്ള ബേസിലായിരിക്കും എന്ത് ചെയ്യുക, വേജ് കൊടുക്കുക. അപ്പോൾ ടൈം വേജിൽ കൊടുക്കുമ്പോൾ നമ്മൾ ടൈം വേജിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. ടൈം വേജിൽ എന്താണ്, നമ്മൾ നമ്പർ ഓഫ് ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു പെർ യൂണിറ്റ്, അതായത് ഹവർ പെർ റേറ്റ് ആയിരിക്കും കൊടുക്കുക. അതായത് ഇഫ് ദ വർക്കർ ഫെയിൽസ് ടു അറ്റൈൻ സ്റ്റാൻഡേർഡ് അയാൾക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ടൈം വേജ് സിസ്റ്റത്തിലായിരിക്കും വേജ് കൊടുക്കുന്നത്. ഇനി ഇഫ് ദ വർക്കർ അറ്റൈൻ ദ സ്റ്റാൻഡേർഡ്, അതായത് ഇപ്പോൾ 10 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് എങ്കിൽ വർക്കർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അയാൾ 10 യൂണിറ്റ് ഉണ്ടാക്കി, അതായത് അയാൾ ആ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് എന്ത് ചെയ്തത്, അറ്റൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് വേജ് കൊടുക്കുകയെന്ന് വെച്ചാൽ ടൈം വേജ് പ്ലസ് ബോണസ് ആണ്. ഓക്കെ, ടൈം വേജിൻ്റെ കൂടെ ബോണസ് കൂടി കൊടുക്കും. അപ്പോൾ ബോണസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക 20% ഓഫ് ദി ടൈം വേജിൻ്റെ 20% ആയിരിക്കും ബോണസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് 10 ബി എന്ന് പറഞ്ഞ വർക്കർ എന്ത് ചെയ്തു, 10 യൂണിറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും അയാൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റും സെയിം ആണ്, അതായത് സ്റ്റാൻഡേർഡ് ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അയാൾക്ക് ടൈം വേജ് പ്ലസ് ബോണസ് കൊടുക്കും. ഇനി മൂന്നാമത്തെ കേസിൽ ഇഫ് എ വർക്കർ പ്രൊഡ്യൂസ് മോർ ദാൻ സ്റ്റാൻഡേർഡ്, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതലായിട്ട് വേറൊരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ 10 സ്റ്റാൻഡേർഡുള്ള വ്യക്തി യൂണിറ്റ് ആണ്, 10 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിചാരിക്കുക, 11 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഹൈ പീസ് റേറ്റ് ആയിരിക്കും കൊടുക്കുക. ഇവിടെ പീസ് റേറ്റ് ആണ് കൊടുക്കുക. ഓക്കെ, അയാൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ബേസിലായിരിക്കും. മറ്റേ രണ്ടിലും എന്താണ്, ടൈം എത്രത്തോളം എടുത്തു എന്നുള്ള ബേസിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, വേജ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ മെത്തേഡ്, ഈ പ്ലാൻ എന്താണ്, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് ആൻഡ് ബോണസ് എന്ന് പറയാൻ കാരണം. എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് എന്ത്, ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് നോക്കാം. എളുപ്പമാണ്, മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്, ദ ഫോളോയിങ് ആർ ദ പെർട്ടിക്കുലർ അപ്ലിക്കബിൾ ടു വർക്ക് പ്രോസസ് ടൈം റേറ്റ് ₹5 per hour ആണ് തന്നിട്ടുള്ളത്. ഹൈ ടാസ്ക്, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് പറഞ്ഞത്. ഹൈ ടാസ്ക് 40 യൂണിറ്റ്സ് പെർ വീക്കാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 യൂണിറ്റ്സ് ആണ്. ദെൻ പീസ് റേറ്റ് എബവ് ഹൈ ടാസ്ക്, അതായത് ഹൈ ടാസ്കിനേക്കാളും, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പീസ് റേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് 6.5 per unit. ഒരു യൂണിറ്റിന് 6.5 വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് റേറ്റ്. ഓക്കെ, ഇൻ 40 hour week ദ പ്രൊഡക്ഷൻ ഓഫ് വർക്കർ വാസ് എക്ക് 35 യൂണിറ്റ്, ബിക്ക് 40 യൂണിറ്റ്, സിക്ക് 41 യൂണിറ്റ്സ്, ഡി 52 യൂണിറ്റ്സ്. ഈ 4 വർക്കേഴ്സും 40 hours കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 40 യൂണിറ്റ് ആണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സുകളാണ്. അവരുടെ ആക്ച്വൽ യൂണിറ്റ് എത്രയാണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തത് 35 ആണ്, ബി പ്രൊഡ്യൂസ് ചെയ്തത് 40 ആണ്, സി പ്രൊഡ്യൂസ് ചെയ്തത് 41 ആണ്, ഡി പ്രൊഡ്യൂസ് ചെയ്തത് 52 ആണ്. അപ്പോൾ ഇത് ബേസിൽ നമ്മൾ ഈ എ ബി സി ഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, വേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണ്. ആദ്യം ഏൻ്റെതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഏൻ്റെതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏൻ്റെ കേസിൽ എ ആക്ച്വലി എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എത്രയാണ്,
35 ആണ് അല്ലേ, 35 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെന്താണ്, ബിലോ 40 ആണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് എത്രയാണ് വന്നിട്ടുള്ളത്, 40 ആണ്. അപ്പം ബിലോ 40 ആണ് ചെയ്തത്, അതായത് 35 യൂണിറ്റ്സ് മാത്രമേ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 40 വേണമായിരുന്നു, 35 മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എസ് ഔട്ട്പുട്ട് എന്താണ്, ബിലോ 40 ആണ്. അതുകൊണ്ട് അയാളുടെ വേജ് എന്ന് പറയുന്നത് എപ്പോഴും ടൈം വേജിലായിരിക്കും കൊടുക്കുക. അപ്പം മൊത്തം ഹവേഴ്സ് എത്ര ഉണ്ട്, ടൈം വേജിലാണ് കൊടുക്കുക. കാരണം എന്താണ്, 35 യൂണിറ്റ്സ് മാത്രമേ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് എന്താണ്, ബിലോ 40 ആണ്. 40നേക്കാളും കുറവാണെന്ത്, എ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ്. അപ്പം എക്ക് നമ്മൾ ഏത് സിസ്റ്റത്തിലായിരിക്കും കൊടുക്കുക, ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ടൈം വേജിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇയാൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ടൈം റേറ്റിലുള്ള ടൈം റേറ്റിലുള്ള പ്രൈസാണ്. അപ്പോൾ ടൈം റേറ്റിൽ നമ്മൾ പ്രൈസ് എങ്ങനെയാണ് കാണുക, ഹവേഴ്സ് ഇൻറ്റു വേജ് പെർ ഹവർ. അതായത് ടോട്ടൽ ഹവേഴ്സ് എത്രയാണ്, മൊത്തം ഹവേഴ്സ് 40 ഹവേഴ്സ് അല്ല ഉള്ളത്. 40 ഹവേഴ്സിൽ അയാൾക്ക് എത്ര കൊടുക്കേണ്ടത്, ടൈം റേറ്റ് 5. അപ്പം അയാളുടെ വേജ് എന്ന് പറയുന്നത് 40 × 5 ആണ്. ഓക്കെ, അപ്പം മൊത്തം 200 രൂപ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യുള്ളൂ, വേജായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് 40 ഹവേഴ്സാണ്, നമ്മൾ ടൈം വേജിലാണ്. ടൈം വേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ടോട്ടൽ ടൈം എത്രയാണ് അത് ഇൻറ്റു അതിൻ്റെ റേറ്റ് പെർ ഹവർ ആണ് കൊടുക്കുക അല്ലേ. ഹവേഴ്സ് വർക്ക്ഡ്, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തു ഇൻറ്റു റേറ്റ് പെർ ഹവർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം വേജ് കാണാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എക്ക് 200 യൂണിറ്റ്സോ ഉണ്ടാവുള്ളൂ, 200 രൂപയോ കിട്ടുള്ളൂ. ദെൻ നമ്മൾ എയുടേത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ബിയുടേതാണ്. അപ്പോൾ ബീൻ്റെ വേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നെക്സ്റ്റ് ബിയുടെ വേജാണ്. അപ്പോൾ ബീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബി എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്തത്, 40 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് അല്ലേ, സ്റ്റാൻഡേർഡിന് ഈക്വൽ ആണ്. സ്റ്റാൻഡേർഡും ഔട്ട്പുട്ട് എത്രയാണ്, 40 ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്തതും 40 ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് നമ്മൾ ഏത് റേറ്റിലാണ് കൊടുക്കുക, ടൈം പ്ലസ് ബോണസിലാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെയാണല്ലോ പഠിച്ചത് അല്ലേ, ടൈം പ്ലസ് ബോണസ്. അപ്പോൾ നമ്മൾ ടൈം വേജും കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ ബോണസും കണ്ടുപിടിക്കണം. അപ്പോൾ വേജ് എത്രയായിരിക്കും, വേജ് എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് മൊത്തം ഹവേഴ്സ് ടേക്കൺ എത്രയാണ്, 40 ഹവേഴ്സ് അല്ലേ ഉള്ളത് മൊത്തം. 40 ഹവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ ഹവർ എത്രയാണ്, 5 ആണ്. അപ്പോൾ വേജ് എത്ര കിട്ടി, 200 കിട്ടി. ദെൻ നമുക്ക് ബോണസ് കണ്ടുപിടിക്കണം. ബോണസ് എത്രയാണ് വരിക, ബോണസ് എന്ന് പറയുന്നത് ടൈം വേജിൻ്റെ 20% ആണ്. അപ്പോൾ ടൈം വേജ് എന്ന് പറയുന്നത് ഇവിടെ 200 ആണ്. അപ്പോൾ 200 × 20% അല്ലേ, 20 / 100. അപ്പോൾ എത്രയാണ് മൊത്തം വരിക, 40. ഓക്കെ, 40 ആണ് നമുക്ക് ബോണസ്. അപ്പോൾ ഇയാളുടെ മൊത്തം വേജ് അല്ലെങ്കിൽ ടോട്ടൽ വേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 200 + 40 ആണ്. അപ്പം 240 എന്ന് വരും. ഓക്കെ, ഇതാണ് അയാളുടെ ടോട്ടൽ വേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ബിയുടെ വേജ് കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സിയുടെ വേജാണ്. അപ്പോൾ സിയുടെ കേസ് എടുത്ത് നോക്കുമ്പം സി എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, 41 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബിലോ ദ സ്റ്റാൻഡേർഡ് അല്ലേ, ബിലോ ദ സ്റ്റാൻഡേർഡാണ്. അതായത് 40 യൂണിറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് ഉള്ളത്, പക്ഷേ അയാൾ 41 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഏത് റേറ്റിലാണ് കൊടുക്കുക, ഹൈ പീസ് റേറ്റിലാണ് കൊടുക്കുക അല്ലേ. ഹൈ പീസ് റേറ്റിൽ കൊടുക്കാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പീസ് റേറ്റിൽ കൊടുക്കുമ്പം അയാൾ എത്രയാണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്, പീസ് റേറ്റ് നമ്മളെങ്ങനെയാണ് കാണുക, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ ഹവർ. അപ്പോൾ പീസ് റേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഹൈ പീസ് റേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര കൊടുക്കണം എന്നാണ് പറഞ്ഞത്, 6.5 പെർ യൂണിറ്റ്. അതായത് ഹൈ സ്റ്റാൻഡേർഡിനേക്കാളും മുകളിലോട്ട് അയാൾ പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് പീസ് റേറ്റ് ആയിട്ട് 6.5 പെർ യൂണിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് സീൻ്റെത് കണ്ടുപിടിക്കാൻ യാതൊരു പണിയില്ല. എന്താണ്,
നമുക്ക് 41 യൂണിറ്റ്സ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം പീസ് റേറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ നോക്കുന്നത്, അവിടെ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇവിടെ ടൈമിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ 41 ഇൻറ്റു 6 എത്രയായിരുന്നു, 6.5 ആണ്. അപ്പോൾ സിയുടെ വേജ് എത്രയായിരിക്കും വരിക, ₹266.5 റുപ്പീസാണ് വരുന്നത്. ഓക്കെ. അതേപോലെ ഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എത്രയാണ്, 52 യൂണിറ്റ്സ് ആണ് അല്ലേ, 52 യൂണിറ്റ്സ് ആണ്. അതും എബവ് ദി സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് 40 ആയിരുന്നു, 40നേക്കാളും കൂടുതലാണ് ഡിയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്കും എന്താണ്, ഹൈ പീസ് റേറ്റ് ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ വേജ് കണ്ടുപിടിക്കുക, 52 ഇൻറ്റു നമ്മുടെ സെയിം പീസ് റേറ്റ് തന്നെ 6.5 ഈക്വൽ ടു എത്ര വരും, ₹338. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയുടെ വേജ് നമുക്ക് ടൈം റേറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 200, കാരണം എന്താണ്, സ്റ്റാൻഡേർഡിനേക്കാളും കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ബിയുടെ പേസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 240 ആണ്. ഇവിടെ നമ്മൾ അപ്ലിക്കബിൾ ചെയ്തിട്ടുള്ളത് വേജ് പ്ലസ് ബോണസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ടൈം വേജ് പ്ലസ് ബോണസ് ആണ്. കാരണം സ്റ്റാൻഡേർഡ് 40 ആയതുകൊണ്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തതും 40 ആണ്. കാരണം ബി പ്രൊഡ്യൂസ് ചെയ്തതും സ്റ്റാൻഡേർഡും ഈക്വൽ ആയതുകൊണ്ട് ടൈം പ്ലസ് ബോണസ് ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ സിയുടെ കേസിൽ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 41 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, സ്റ്റാൻഡേർഡ് 40 ഉള്ളൂ. അപ്പോൾ നമ്മൾ പീസ് റേറ്റിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഡിയുടെ കേസിലും സെയിം ആണ്, അവിടെയും നമ്മൾ എന്താണ്, പീസ് റേറ്റിലാണ് കൊടുത്തത്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ. താങ്ക് യു.